വീണ വിജയന് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അബുദാബി കമേഴ്സ്യൽ ബാങ്കിൽ അക്കൗണ്ടുണ്ട്. വീണയ്ക്കും വീണയുടെ മുൻ ഭർത്താവിനുമാണ് അക്കൗണ്ട്. അവരാണ് അക്കൗണ്ട് ഹോൾഡേഴ്സ്. അവിടേക്ക് SNC ലാബിൽ നിന്ന് പണം വരുന്നു. എന്ത് സേവനമാണ് വീണയുടെ കമ്പനി എക്സാലോജിക്ക് SNC ലാബിന് നൽകിയത്? എന്ത് സേവനമാണ് PwCക്ക് നൽകിയത്? നോക്കൂ, ഈ കമ്പനികളെല്ലാം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. താങ്കൾക്ക് വ്യക്തമായിട്ട് അറിയാം. രജിക്ക് ഒരു പക്ഷേ ഈ വേദിയിൽ അതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല, പരിമിതികളുണ്ട്. പക്ഷേ എന്ത് സേവനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പണം അയച്ചു കൊടുത്തിരിക്കുന്നത്? അതല്ലേ പ്രധാനമായിട്ട് കാണേണ്ടത്. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ? നോക്കൂ, എക്സാലോജിക് എന്ന് പറയുന്ന ഒരു ഷെൽ കമ്പനി, അതൊരു IT സ്ഥാപനം എന്നൊക്കെയാണ് പറയുന്നത്. ആ സ്ഥാപനം ഇവിടെ തന്നെ നേരത്തെ ഷോൺ തന്നെ നൽകിയ പരാതി SFIO അതിൽ അന്വേഷണം നടത്തുകയാണ്. ഇപ്പോൾ നമ്മുടെ കർത്തയുടെ സ്ഥാപനത്തിൽ നിന്നും ഒരു സേവനവുമില്ലാതെ, അത് ഞങ്ങളാരും പറഞ്ഞതല്ല, കർത്ത തന്നെ പറഞ്ഞതാണ്, കർത്തയുടെ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയതാണ്. ഒരു സേവനവും ഞങ്ങൾക്ക് എക്സാലോജിക്കിൽ നിന്ന് കിട്ടിയില്ല. പക്ഷേ 1,72,00,000 രൂപ നൽകി. 1,72,00,000 വലിയ വലിയ തുകകൾ മറഞ്ഞിട്ടുണ്ട് പല സ്ഥാപനങ്ങളിലൂടെ. അതൊക്കെ ഇനി കണ്ടെത്തേണ്ടതാണ്. അതിനാണല്ലോ അന്വേഷണം. പക്ഷേ എങ്ങനെ ഈ പണം SNC ലാബിൻ പോലുള്ള സ്ഥാപനത്തിൽ നിന്ന്, PwC പോലുള്ള സ്ഥാപനത്തിൽ നിന്ന് വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നു? എന്ത് സേവനമാണ് നൽകിയത്? അതല്ലേ നമ്മൾ വളരെ ഗുരുതരമായിട്ട് കാണേണ്ടത്. ഞാനത് പൂർത്തീകരിക്കട്ടെ. ഈ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ വെറുതെ സമയം കളയലുള്ളൂ. ഞാൻ ഇത്രയും നേരം ഉന്നയിച്ച ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡേറ്റ് പോലും മാറിയിട്ടുണ്ടെങ്കിൽ അനിലിന് ബാലിശം എന്ന് പറയാം. ബാലിശം എന്ന പദങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അനിലിന് ഈ ചർച്ച പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം അസംബന്ധവും ഇവിടെ ബഹുമാനപ്പെട്ട ഷോൺ ജോർജ് ഈ ചർച്ച പങ്കെടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഷോണിനോട് ചോദിക്കാം. അല്ല, ഞാനിത് കംപ്ലീറ്റ് ചെയ്യട്ടെ, എനിക്ക് അതിനുള്ള അവകാശമില്ലേ? ഇത് കേൾക്കൂ. അതായത് യാതൊരു തെളിവും ഇല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട ഷോൺ പറയുന്നത് എന്താ? അത് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞാൽ, അങ്ങനെ അന്വേഷണ ഏജൻസിയിൽ കണ്ടുപിടിക്കാനാണെന്നുണ്ട് ഇവിടെ ആർക്കെതിരെ ഇതും പറയാമല്ലോ. ഇനി വീണ ജോർജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളല്ലേ? വീണ ജോർജ് ജനിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവത്തെ കുറിച്ച് അവരുടെ തലയിൽ കെട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് വീണ വിജയൻ, ക്ഷമിക്കണം, വീണ വിജയൻ, അത് വായിന്ന് വന്നൊരു തെറ്റാണ്. ഈ ജോർജ് എന്നുള്ള വാക്കുകൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞു പോയതാ. ഞാൻ ചോദിക്കുന്നൊരു കാരണം പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചാൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു തെളിവ് അതിനേക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ബാത്തികുഴനാടൻ MLA ഈയിടെ വിജിലൻസ് കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ അനുഭവം എന്താണ് നമുക്ക് വ്യക്തമായിട്ടറിയാമല്ലോ. അദ്ദേഹം CMRലുമായിട്ട് ബന്ധപ്പെട്ട ഒരു കള്ളക്ക പരാതിയായിട്ട് വിജിലൻസ് കോടതിയിൽ പോയി. കോടതി എടുത്ത് ചവിറ്റോട്ടായിട്ടൊന്നും തന്നെയല്ല കൊടുത്ത് താക്കിയതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ പറയുന്ന ലാവ്ലിൻ കേസ് ഹൈക്കോടതി തള്ളി. ഈ മുഖ്യമന്ത്രി ആയിരുന്ന 2016 ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്ത് പിണറായി വിജയനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അത് CBI കോടതി തള്ളിയത്, അത് എഴുതി തള്ളിയതാണ്. FIR പോലും ഇടാനുള്ള തെളിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് 2016 റീഓപ്പൺ ചെയ്ത് ഹൈക്കോടതി തള്ളി. ഇപ്പോഴാ കേസ് സുപ്രീം കോടതി ഇരിക്കുക. ഈ സമയത്തൊന്നും എക്സാലോജിക് എന്ന് പറഞ്ഞ സാധനം വീണ ജോർജ് ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടില്ല. ക്ഷമിക്കണം, വീണ വിജയൻ ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടില്ല. വീണ വിജയന്റെ എക്സാലോജിക്ക് അതിന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 2000 ആ കമ്പനി വൈൻഡപ്പ് ചെയ്തു. അത് ആ കമ്പനി തന്നെ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്ന 2006 മുഴുവൻ പൈസയും മേടിച്ച് UDF സർക്കാരിന്റെ കാലത്ത് പണിയും പൂർത്തീകരിച്ചു പോയ ലാവ്ലിൻ 18 വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുന്നത്? ആ ഒരൊറ്റ യുക്തി മാത്രം ഒന്ന് ആലോചിച്ചാൽ പോലെ. ആ ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെ തെളിവ് ഹാജരാക്കും ബഹുമാനപ്പെട്ട ഷോൺ ജോർജ്. തെളിവ് വേണം റെജി, തെളിവ് വേണം. പക്ഷേ ഇപ്പോൾ ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷനാണ്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അന്വേഷണം SFIO നടത്തിക്കൊണ്ടിരിക്കുന്നു, ED നടത്തിക്കൊണ്ടിരിക്കുന്നു. ഷോൺ ജോർജ് ഈ 2 ഏജൻസികൾക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഷോണ് ഇപ്പോൾ വാർത്താസമ്മേളനത്തിൽ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല. അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനല്ല. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് റിലയബിൾ സോഴ്സിൽ നിന്ന് എനിക്ക് ഈ വിവരങ്ങൾ കിട്ടി, അത് ഞാനിതാ മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലാണ് ഒരു പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത്. കുട്ടിക്കളിയല്ല, ഇത്. ഒറ്റ വാചകം പറയട്ടെ, അതിലൊരു മാധ്യമ പ്രവർത്തനം, എത്രയോ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തന, എത്രയോ അധികാരിമാരെ ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നു. സൂര്യ TV മുതൽ ഇങ്ങോട്ട് വന്ന് ഏതാണ്ട് 10-30 വർഷക്കാലം നിങ്ങൾ മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ഒരു വ്യക്തിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പ്രിയപ്പെട്ട ഷോൺ ജോർജ് ഇന്ന് ആ പത്രസമ്മേളനത്തിലൂടെ മാധ്യമ പ്രവർത്തകരെ പോലും ഇടിപ്പിലാക്കുമല്ലേ ഇത്? താങ്കൾ ഒരു പത്രസമ്മേളനത്തെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് തെളിവാണ് ഇതിനകത്ത് ഹാജരാക്കാനുള്ളത്? ഞങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും കടലാസ് ഉണ്ടെന്ന് ചോദിക്കല്ലേ? അത് ചോദിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഷോൺ ജോർജ് കൊടുത്ത മറുപടി എന്താ? അത് അന്വേഷണ ഏജൻസികൾ തെളിവ് ഹാജരാക്കേണ്ടത്. എന്തൊരു ആരോപണം ഇത്! അപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടും ഇത്തരം ചർച്ചകളിൽ ഇടം പിടിക്കാൻ വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട ഷോൺ ജോർജിന്റെ ഒരു വലിയ
നാടകമായിരുന്നു നടത്തിയത്. വാട്സപ്പിനാണ് ഇത്. അത് കേരളം തിരിച്ചറിയണം. ഞാൻ ആവർത്തിക്കട്ടെ, ഞാൻ ചോദിക്കട്ടെ, എക്സാലോജിക് എന്ന് പറയുന്ന സ്ഥാപനം നിർത്തിയിട്ട് ഇപ്പൊ ഏതാണ്ട് 4 വർഷക്കാലത്തോളമായി. അത് തന്നെയല്ല, ഷോൺ ജോർജിന്റെ ആരോപണം എന്ന് വെച്ചാൽ അതീവ ഗുരുതരമായ വ്യക്തിഗതയുടെ ആരോപണ. 10 വർഷങ്ങൾക്ക് മുമ്പേ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് സൗഹൃദപരമായിട്ട് പിരിഞ്ഞ ഒരു വ്യക്തിയെയും അവരും തമ്മിൽ ഇപ്പോഴും പിന്നെ എവിടെ അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്, അതിലേക്ക് ഇപ്പോഴും ഫണ്ട് വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികളുടെ സാമാന്യ ബുദ്ധിയെ പത്രപ്രവർത്തനം മാറ്റി തീർത്തു. അവർ ബുദ്ധിയുള്ളവരായിരിക്കാം, സാമാന്യ മര്യാദയെ പോലും ചോദ്യം ചെയ്യുകയല്ലേ ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഷോൺ ജോർജ് ഇതിനു മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഷോൺ ജോർജിന് ഒരു ചെറിയ കടലാസെങ്കിലും ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടോ? അബുദാബിയിൽ ഒരു മാധ്യമ ഒരു ബാങ്കിലേക്ക് ഉച്ചരിക്കുമ്പോൾ, ഇതേ ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വീണ തൈക്കണ്ടിയുടെ വ്യക്തിത്വത്തിന് പോലും ഭംഗം വരുത്തക്ക രീതിയിൽ ഒരു യുവതി തന്റെ സ്വാതന്ത്ര്യവും തന്റെ എല്ലാ പൗരാവകാശങ്ങൾക്കും സംരക്ഷിക്കാനുള്ള ഭരണാവകാശമുള്ള ഒരു സ്ത്രീയെ ഈ രീതിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നു, ഒരു റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്നു, സ്വാഭാവികമായി അത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറും. അതല്ലേ ഉത്തരവാദപ്പെട്ട ഒരു പൗരൻ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കേസിലെ പരാതിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ റിലയബിൾ സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് വെക്കുകയാണ്, ഹൈക്കോടതിയുടെ മുന്നിൽ വെക്കുകയാണ്. മാത്രമല്ല ഈ 2 ഏജൻസികൾക്കും SFIOയ്ക്കും അതുപോലെ EDക്കും പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ ജോലി അവസാനിച്ചു. അല്ലാതെ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഷോൺ ജോർജ് അല്ല. ഇനി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തട്ടെ. ഇനി ഇദ്ദേഹം പറഞ്ഞത് തെറ്റാണെങ്കിൽ, ഷോൺ തന്നെ പറഞ്ഞല്ലോ, ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മകളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യട്ടെന്ന്. എത്ര ആരോപണങ്ങൾ വെച്ചു അറിയാലോ. സ്വപ്ന സുരേഷ് കൃത്യമായിട്ട് നേരത്തെ തന്നെ ഞങ്ങൾക്ക് തന്നെ അനുവദിച്ച ഒരു അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിദേശത്ത് മുഖ്യമന്ത്രിക്ക് ബിസിനസ്സുണ്ട്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബിസിനസ്സുണ്ട്, മകന് ബിസിനസ്സുണ്ട്. ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടൊന്നും ഒരു വക്കീൽ നോട്ടീസ് പോലും അയച്ചിട്ടില്ലല്ലോ. അവിടെയും ഈ മൗനം തുടരുകയാണല്ലോ. ഇങ്ങനെ മൗനം തുടരുന്നത് കൊണ്ടാണല്ലോ വീണ്ടും ഇവർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്?